കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കി മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ കുഴി രൂപപ്പെട്ടു. റോഡിന് നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന കുഴിയിൽ മഴ പെയ്ത് വെള്ളം നിറയുന്നതോടെ ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും അടക്കം സഞ്ചരിക്കുന്ന കാവുമ്പടി റോഡിന്റെ നടുവിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നു. റോഡിന് നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന കുഴിയിൽ മഴ പെയ്ത് വെള്ളം നിറയുന്നതോടെ ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് റോഡിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. റോഡിലൂടെ വെള്ളമൊഴുകി കുഴി രൂപപ്പെട്ടതോടെ ഇതുവഴി എത്തുന്ന സ്ത്രീകളടക്കമുള്ള ഇരുചക്ര വാഹന യാത്രക്കാർ കുഴിയിൽ വീഴുകയും വാഹനം മറിഞ്ഞ് അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട്. 2 സ്കൂളുകൾ, പോലീസ് സ്റ്റേഷൻ, കോടതി സമുച്ചയം, നഗരസഭാ കാര്യാലയം തുടങ്ങി നിരവധി സ്ഥാപനങ്ങളാണ് കാവുമ്പടി റോഡിൽ സ്ഥിതി ചെയ്യുന്നത്. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ നിന്ന് നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ കച്ചേരിത്തഴം എത്തുന്നതിന് യാത്രക്കാർ കൂടുതലായും ആശ്രയിക്കുന്നതും മൂവാറ്റുപുഴ കാവുമ്പടി റോഡിനെയാണ്. കുഴി നികത്തി റോഡിലെ അപകടക്കെണിക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.